أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد. Hi dears, ഇന്ന് നമുക്ക് ഫോർത്തിലെ മാത്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ എല്ലാവരും ടൈമൊക്കെ നോക്കാൻ പഠിച്ചില്ലേ? നല്ല കുട്ടികളായിട്ട് എല്ലാവരും ടൈമൊക്കെ നോക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് സെക്കൻഡ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? യെസ്, വീൽ ഓഫ് ടൈം. ഓക്കെ, ഇനി ആ ചാപ്റ്ററിന്റെ ഒരു ഫസ്റ്റ് ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് പോർഷനിലേക്കാണ് പോകുന്നത്, നെക്സ്റ്റ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ കണ്ടോ, ഒരു ന്യൂസ് ആണ് അല്ലേ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ദ റോക്കറ്റ് ലോഞ്ച്ഡ് 8 seconds after 7 o'clock from the Satish Dhawan Space Center passed the first stage at 32 minutes and 45 seconds after 8 o'clock. എന്താണ് പറയുന്നത്? യെസ്, സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 7 മണി കഴിഞ്ഞ് 8 സെക്കൻഡ് ആയപ്പോൾ വിക്ഷേപിച്ച ഒരു റോക്കറ്റ് ഒരു ഉപഗ്രഹം എന്താണ് ചെയ്തത്? 8 മണി കഴിഞ്ഞ് 32 മിനിറ്റും 45 സെക്കൻഡും ആയപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് പാസ് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. ഓക്കെ, ന്യൂസ് ക്ലിയർ ആയല്ലോ? ഈ ന്യൂസ് നോട്ട് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളെ പോലെ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആശ എന്ന കുട്ടി ഈ ടൈംസിന്, അതായത് ഇത് റോക്കറ്റ് ലോഞ്ച് ചെയ്ത ടൈം ഏതായിരുന്നു? ടൈം 7 o'clock 8 സെക്കൻഡും ആയപ്പോൾ അല്ലെ? 7 മണി കഴിഞ്ഞ് 8 സെക്കൻഡ് ആയപ്പോൾ. അതുപോലെ അത് ഫസ്റ്റ് സ്റ്റേജിൽ എത്തിയത് എപ്പോഴാണ്? 8 o'clock അല്ലെ? അതായത് 8 മണി കഴിഞ്ഞ് 32 മിനിറ്റും അതുപോലെ 45 സെക്കൻഡും ആയപ്പോഴാണ് ഇത് ഫസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുള്ളത്. അപ്പൊ ആശ മാർക്ക് ചെയ്തതാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഫസ്റ്റ് നോക്കൂ, കണ്ടോ? അപ്പോ ഈ ഫസ്റ്റ് 2 ടൈംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 ക്ലോക്കില് നമ്മളിപ്പോ പറഞ്ഞ ടൈം, ന്യൂസിൽ ടൈം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആശ എന്ന കുട്ടി മാർക്ക് ചെയ്തതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കൂ, ഇതിലേക്ക് നോക്കൂ. ഫസ്റ്റ് എന്താണ്? 7 o'clock 8 സെക്കൻഡും. അതുപോലെ തന്നെ സെക്കൻഡ് ടൈം ഏതാണ്? 8 o'clock 32 മിനിറ്റ് 45 സെക്കൻഡ്. ഇതാണല്ലോ. ഇനി നോക്കൂ, നമ്മൾ എങ്ങനെ സെക്കൻഡ് കണക്കാക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് നമ്മുടെ ക്ലോക്കിലെ 2 ഹാൻഡ്സ്, അതായത് നമ്മളെ സൂചികളെ ഹാൻഡ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 2 ഹാൻഡ്സുകളാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? യെസ്, ഹവർ ഹാൻഡും അതുപോലെ തന്നെ ഏതായിരുന്നു? മിനിറ്റ് ഹാൻഡും. ഓർമ്മയുണ്ടല്ലോ? എന്നിട്ട് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാമതൊരു ഹാൻഡ് കൂടി ഉണ്ട്, സൂചി കൂടി ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നോക്കൂ, ഇതിന് ഈ സ്മോൾ ഹാൻഡിനെയാണ് നമ്മൾ ഹവർ ഹാൻഡ് എന്ന് പറയുന്നത് അല്ലെ? മണിക്കൂർ സൂചി. അതുപോലെ ഇതിന് നമ്മൾ മിനിറ്റ് ഹാൻഡ് ഓർ മിനിറ്റ് സൂചി. എന്നിട്ട് വേറൊരു മെലിഞ്ഞ സൂചി കൂടി ഉണ്ടായിരുന്നു അല്ലെ? ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് സൂചി എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ഹാൻഡ്. അതായത് സെക്കൻഡിനെ നമ്മൾ സിംബലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ സൂചി വെച്ചിട്ടാണ്.
കണ്ടോ? ഈ മെലിഞ്ഞ് എപ്പോഴും ഇങ്ങനെ ടിക് ടിക്ന്ന് ചാടിക്കൊണ്ടിരിക്കുന്ന ആ സൂചിയാണ് നമ്മുടെ സെക്കൻഡ് സൂചി. ഓക്കെ, അപ്പൊ സെക്കൻഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഈ സൂചിയാണ് ഉപയോഗിക്കുന്നത്. മാർക്ക് ചെയ്തത് കണ്ടല്ലോ. ഇതില് ഈ ബ്ലൂ കളറിലുള്ള ഹാൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുന്നത്. ദ ബ്ലൂ ഹാൻഡ് ഷോസ് സെക്കൻഡ്സ്. ഇതിലുള്ള ബ്ലൂ നീഡില് എന്ത് ചെയ്യുന്നു? നമ്മുടെ സെക്കൻഡിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ നമ്മൾ എങ്ങനെയാണ് ഈ സെക്കൻഡ്സ് കൗണ്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? നമ്മൾ മിനിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓരോ 2 നമ്പേഴ്സിന്റെ ഇടയ്ക്കും ചെറിയ സ്മോൾ ലൈൻസ് ഉണ്ടല്ലോ. അപ്പൊ അതും സെക്കൻഡിനെ റെപ്രസെന്റ് ചെയ്യാനും നമ്മൾ ആ സ്മോൾ ലൈൻസ് ഉപയോഗിക്കും. അതായത് 12 കഴിഞ്ഞ് 12 കഴിഞ്ഞ് 1ാമത്തെ ലൈനിലാണ് സെക്കൻഡ് സൂചി നിൽക്കുന്നത് എങ്കിൽ എത്രയായിട്ടുണ്ടാവും? 1 സെക്കൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതില് മിസ്സിന് ഈ ക്ലോക്കില് ആ ലൈൻസ് ഇല്ല എങ്കിലും മിസ് ഒന്ന് പറഞ്ഞു തരാം. അപ്പൊ ഈ സെക്കൻഡ് സൂചി നിൽക്കുന്നത് കണ്ടോ എവിടെയാണ്? 12നും 1നും ഇടയ്ക്കാണ് അല്ലേ? അപ്പൊ ഏകദേശം ഇതിപ്പോ ഒരു 3 സെക്കൻഡ് ഒക്കെ ആയിട്ടുണ്ടാവും. സ്മോൾ ലൈൻസ് ഉണ്ടല്ലോ, 4 ലൈൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും എത്തുമ്പോഴാണ് 5 മിനിറ്റ് ആവുക. അതുപോലെ തന്നെ അത് ഏത് സൂചി എത്തുമ്പോഴാണ്? ഈ സൂചി എത്തുമ്പോഴാണ് നമ്മൾ മിനിറ്റിന് പറയാറ് അല്ലേ? അതേസമയം സെക്കൻഡ് സൂചിയാണ് ഈ സ്മോൾ ലൈൻസിന്റെയും അതുപോലെ തന്നെ ഈ 1, 2 ഇതിനൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിന് സെക്കൻഡിലാണ് പറയാ. അപ്പൊ മനസ്സിലായോ? 12 കഴിഞ്ഞ് 1ാമത്തെ ലൈനിലാണ് സെക്കൻഡ് സൂചി, ആ മെലിഞ്ഞ സൂചി നിൽക്കുന്നതെങ്കിൽ 1 സെക്കൻഡ്. അടുത്ത ലൈനിലാണെങ്കിൽ 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്. അങ്ങനെ നമ്മളെ ക്ലോക്കിൽ 1 എന്ന് എഴുതിയതുമ്പോഴാണ് നമ്മുടെ സെക്കൻഡ് സൂചി, അതായത് മെലിഞ്ഞ സൂചി നിൽക്കുന്നതെങ്കിൽ നമ്മൾ 5 സെക്കൻഡ് ആയെന്ന് പറയും. ഓക്കെ, നമ്മൾ മിനിറ്റ് കണക്കാക്കിയ പോലെ തന്നെയാണ്, പക്ഷേ ഇത് സെക്കൻഡ് സൂചിയാണ് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ആശ മാർക്ക് ചെയ്തത് കണ്ടോ? 7 o'clock അതുപോലെ തന്നെ 8 സെക്കൻഡും കണ്ടോ? 1 എത്തി കഴിഞ്ഞാൽ 5 സെക്കൻഡ് ആവും അല്ലേ? പിന്നെ നെക്സ്റ്റ് ലൈനും എത്തുമ്പോ 6, 7, 8 കണ്ടോ? 2 നമ്മളെ ക്ലോക്കിൽ എഴുതിയുമ്പോ എത്തിയിട്ടില്ല അല്ലേ? അപ്പോ 8ാമത്തെ ലൈനുമാണ് സെക്കൻഡ് സൂചി നിൽക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. അത് ഫസ്റ്റ് സ്റ്റേജ് പാസ് ചെയ്ത റോക്കറ്റ് ഫസ്റ്റ് സ്റ്റേജ് പാസ് ചെയ്ത ടൈം എത്രയാണ്? 8 മണി കഴിഞ്ഞ് 32 മിനിറ്റും കഴിഞ്ഞ് 45 സെക്കൻഡ് അല്ലേ? അപ്പൊ 8 മണിന് നമ്മൾ ഏത് കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്? ചെറിയ സൂചിയാണ് അല്ലേ? അപ്പൊ കണ്ടോ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? 8 മണിയിൽ നിന്ന് 8, 5, 10 അങ്ങനെ ആയി വരും തോറും ഹവർ സൂചി എന്ത് ചെയ്യും? 9ന്റെ അടുത്തേക്ക് ഇങ്ങനെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ 8 മണിന്റെ 9 മണിന്റെ ഒരു ഏകദേശം സെൻട്രലായിട്ടാണ് നമ്മുടെ ഹവർ സൂചി നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടോ 32 മിനിറ്റ്. അതെങ്ങനെയാണ് കാണുക? നമ്മുടെ ക്ലോക്കിൽ 1 ആണെങ്കിൽ 1 നമ്മുടെ മിനിറ്റ് സൂചി, അതായത് കുറച്ച് നീളമുള്ള സൂചി, അതായത് തടിച്ചിട്ടുള്ള നീളമുള്ള സൂചി. സെക്കൻഡ് സൂചി അല്ല, മറ്റു സൂചി. അത് 1ലാണ് നിൽക്കണമെങ്കിൽ 5 മിനിറ്റ്, 2ലാണെങ്കിൽ 10 മിനിറ്റ്, 3ലാണെങ്കിൽ 15 മിനിറ്റ്, 4ലാണെങ്കിൽ 20 മിനിറ്റ്, 5ലാണെങ്കിൽ 25 മിനിറ്റ്. അതുപോലെ 6ൽ എത്തിക്കഴിഞ്ഞാൽ എത്ര? 30 മിനിറ്റ് ആയി. പക്ഷെ നമുക്ക് 32 ആണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? 30 കഴിഞ്ഞിട്ട് 2ാമത്തെ ലൈനിന്മേൽ നിൽക്കണം നമ്മുടെ മിനിറ്റ് സൂചി. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. 45 സെക്കൻഡ് ആണ് അല്ലെ? അപ്പോ 1 എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ്, 2 എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ്, 3 എന്ന് പറഞ്ഞാൽ 15, 4 എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ് ആണ് കേട്ടോ. അപ്പൊ സെക്കൻഡ് സൂചി 9 എത്തിക്കഴിഞ്ഞാൽ 45 സെക്കൻഡ്. എണ്ണി നോക്കൂ. 1 5, 2 15, 3 15, then 4 20, then 5 25, 6 എത്തിക്കഴിഞ്ഞാൽ 30, then 7 എത്തിക്കഴിഞ്ഞാൽ 35, 8 എത്തിക്കഴിഞ്ഞാൽ 40, then 9 എത്തിക്കഴിഞ്ഞാൽ എത്രയാണ്? 45. ഓക്കെ, അപ്പൊ സെക്കൻഡ് സൂചി അതായത് ബ്ലൂ സൂചി 9 എത്തിക്കഴിഞ്ഞാൽ 45 സെക്കൻഡും ആണ് എടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ മനസ്സിലായോ? 8 ഹവേഴ്സും
32 മിനിറ്റും അതുപോലെ തന്നെ 45 സെക്കൻഡ്സും. ഓക്കെ ജി മിസ് ഇപ്പൊ പറയുന്ന കാര്യം നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ സെക്കൻഡ് സൂചി എന്ത് 12 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 വീണ്ടും 12 എത്തുമല്ലോ. അപ്പൊ എത്ര സെക്കൻഡ്സ് എടുക്കും? അത് 60 സെക്കൻഡ്സ് എടുക്കും അല്ലേ? 60 സെക്കൻഡ്സ് എടുക്കൂലേ? ഒന്ന് എണ്ണി നോക്കൂ. 1 എത്തിക്കഴിഞ്ഞാൽ 5, 2 എത്തിക്കഴിഞ്ഞാൽ 10, അങ്ങനെ എണ്ണി നോക്കൂ. അപ്പൊ 12 എത്തുമ്പോൾ 60 സെക്കൻഡ്സ് എടുക്കും. ഈ 60 സെക്കൻഡ്സ് ആണ് 1 മിനിറ്റ്. മനസ്സിലായോ? 60 സെക്കൻഡ്സിനെയാണ് നമ്മള് 1 മിനിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സെക്കൻഡ് സൂചി 12 നിന്ന് തുടങ്ങി നെക്സ്റ്റ് 12 എത്തും. അതായത് 1 2 3 അങ്ങനെ പാസ് ചെയ്ത് നെക്സ്റ്റ് 12 എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ മിനിറ്റ് സൂചി എന്ത് ചെയ്യുന്നത്? ഒന്ന് അനങ്ങുന്നത്. അതായത് 1 മിനിറ്റിലേക്ക് അത് നീങ്ങുന്നത്. മനസ്സിലായോ? ഇവിടെ ഈ ക്ലോക്കിലേക്ക് നോക്കിക്കേ. എത്രയാണ് ഈ ക്ലോക്കിലുള്ള ടൈം? നമ്മുടെ 12 ഹവേഴ്സും 10 മിനിറ്റും അല്ലേ? ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ സെക്കൻഡ് സൂചി ഈ 12 നിന്ന് തുടങ്ങി ഇങ്ങനെ 1 2 3 ഇങ്ങനെ പാസ് ചെയ്ത് നെക്സ്റ്റ് 12 എത്തുമ്പോഴാണ് എത്ര 60 സെക്കൻഡ്സ് കംപ്ലീറ്റ് ആവും. അതിനെയാണ് നമ്മൾ 1 മിനിറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ 2 നിൽക്കുന്ന അതായത് മിനിറ്റ് സൂചി ഇപ്പൊ 2ലാണ്, അതായത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇങ്ങനെ സെക്കൻഡ് സൂചി ഇങ്ങനെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് 12 എത്തുമ്പോഴാണ് പിന്നെ നമ്മുടെ മിനിറ്റ് സൂചി ഒന്ന് ഇങ്ങോട്ട് ചാടുന്നത്. അതായത് 2ന്റെ അടുത്തുള്ള ഒരു സ്മോൾ ലൈനിൽ അതിലെ ഒന്നാമത്തെ ലൈനിലേക്ക് ചാടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇത് വീണ്ടും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് സൂചി വീണ്ടും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 12 എത്തി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മിനിറ്റ് സൂചി ഒന്നും കൂടി ചാടും. ഓക്കെ, അപ്പൊ അങ്ങനെയാ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. സെക്കൻഡ് സൂചി 60 സെക്കൻഡ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിനിറ്റ് സൂചി 1 മിനിറ്റിലേക്ക് അടുത്തൊരു മിനിറ്റിലേക്ക് ഇങ്ങനെ ചാടും. ഓക്കെ, അപ്പോ ആശ മാർക്ക് ചെയ്ത ക്ലോക്കിലെ ഒന്നാമത്തെ ക്ലോക്കിലെ ടൈം എത്രയാണ്? ദ ഫസ്റ്റ് ക്ലോക്ക് ഷോസ് 7 hours and 8 seconds. ഓക്കെ, then and the second ക്ലോക്കിലെ ടൈം എത്രയാണ്? 8 hours 32 minutes പിന്നെ 45 seconds. ഓക്കെ, 8 hours 32 minutes then 45 seconds. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോ മിനിറ്റ് സൂചി നോക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ സെക്കൻഡ് സൂചിയെയും കൗണ്ട് ചെയ്യുന്നത് 1 2 3 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് മിസ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി തരാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു ക്ലോക്ക് ഉണ്ടാക്കണം. സിമ്പിൾ അല്ലേ ക്ലോക്ക് ഉണ്ടാക്കാന്? എന്തൊക്കെ വേണം? നമുക്കൊരു കാർഡ്ബോർഡിന്റെ പീസ് വേണം, പിന്നെ അതുപോലെ തന്നെ ഒരു പേപ്പറിന്റെ പീസ് വേണം. എന്നിട്ട് എന്ത് ചെയ്യണം? കാർഡ്ബോർഡ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വൈറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എന്ത് വേണമെങ്കിലും ഒട്ടിക്കാം. എന്നിട്ട് അതിന്റെ മുകളിൽ ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യുക? 12 1 2 3 അങ്ങനെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 3 ഹാൻഡ്സ് ഉണ്ടാക്കുക. ഏതൊക്കെ ഹാൻഡ്സ്? ഹവർ ഹാൻഡ്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മിനിറ്റ് ഹാൻഡ്, ദെൻ സെക്കൻഡ് ഹാൻഡ്. ഓക്കെ, ഇങ്ങനെ 3 സൂചികളും ഉണ്ടാക്കിയിട്ട് മിസ്സിന് എല്ലാവരും ചെയ്യണം. എന്നിട്ട് മിസ്സിന് നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചു തരണം. സി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താന്ന് വെച്ചാൽ റൈറ്റ് ആൻഡ് ഡ്രോ. റൈറ്റ് ദ ടൈം ഈച്ച് ക്ലോക്ക് ഷോ ഇൻ ദി ബോക്സ് ബിലോ. അപ്പൊ താഴെ നമുക്കൊരു ബോക്സിൽ കുറച്ച് ടൈമുകൾ തന്നിട്ടുണ്ട് കണ്ടോ? അതുപോലെ തന്നെ നമ്മളടുത്ത് ഒരു ക്ലോക്കും തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? നമ്മള് ആ തന്നിരിക്കുന്ന ക്ലോക്കിലുള്ള ടൈമിനെ എന്ത് ചെയ്യണം? നമ്മൾ അത് എത്രയാണ് ടൈം എന്നുള്ളത് ആ ബോക്സിൽ എഴുതി കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് നോക്കൂ. എന്താണ് ഫസ്റ്റ്? എന്താണ്? യെസ്, 10 hours 55 minutes 21 seconds. അത് മാർക്ക് ചെയ്തത് കണ്ടോ? 10ന്റെ അതുപോലെ തന്നെ 11ന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് നമ്മുടെ
മണിക്കൂർ സൂചി അല്ലെ, ഹവർ ഹാൻഡ് അടുത്തെത്താനായിട്ടുണ്ട്. പിന്നെ 55 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മിനിറ്റ് സൂചി ലെവലിലാണ് എത്തേണ്ടത്. ഓക്കെ, കറക്റ്റ് അല്ലേ? 21 സെക്കൻഡ് നമ്മുടെ മെലിഞ്ഞ സൂചി എത്രയിലെത്തണം? 21. അപ്പൊ 4ൽ എത്തിക്കഴിഞ്ഞാൽ 20 ആവുള്ളൂ. അതിന്റെ തൊട്ടടുത്തുള്ള സ്മോൾ ലൈനിൽ കൂടി ആയിട്ടാണ് 21 ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് മിസ് ഇവിടെ കൊടുത്ത ക്ലോക്ക് നോക്കൂ. എത്രയാണ് അതില് ടൈം വരുന്നത്? നോക്കൂ, 8ന്റെ 9ന്റെ അടുക്കാണ് എഴുതുന്നത്. ആദ്യം നമ്മള് മണിക്കൂർ സൂചിയാണ് എഴുതേണ്ടത്. എന്നിട്ട് നമ്മൾ മിനിറ്റ് എഴുതണം. ആദ്യം മണിക്കൂർ എഴുതുക, ഹവർ എഴുതുക, ദെൻ മിനിറ്റ് എഴുതുക, ദെൻ സെക്കൻഡ് എഴുതുക. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഹവർ ഹാൻഡ് എവിടെയാണെന്നാണ് നോക്കേണ്ടത്. അപ്പൊ നോക്കൂ, 8ന്റെ 9ന്റെ ഇടക്കാണ് നമ്മുടെ ഹവർ ഹാൻഡ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ 8 ഹവേഴ്സ് അല്ലേ. ദെൻ എത്ര മിനിറ്റ്സ് എന്ന് എഴുതണം? നോക്കൂ, മിനിറ്റിന്റെ സൂചി എവിടെയാണ് കിടക്കുന്നത്? മിനിറ്റ് സൂചി ഇതിൽ ഏതാണ്? ആ റെഡ് കളറിലുള്ളതാണ് നമ്മുടെ മിനിറ്റ് സൂചി. അതെവിടെയാണ് കിടക്കുന്നത്? നോക്കൂ, 5ലല്ല അല്ലെ, 6ലും അല്ല, അതിന്റെ രണ്ടിന്റെ ഇടക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 5 എന്ന് പറയുമ്പോൾ 25 ആണ് അല്ലേ. അപ്പൊ 25 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്മോൾ ലൈനിൽ എത്തുമ്പോൾ 26, നെക്സ്റ്റ് എത്തുമ്പോൾ 27, ദെൻ നെക്സ്റ്റ് എത്തുമ്പോൾ 28. അപ്പോ നമ്മുടെ മിനിറ്റ് ഹാൻഡ് 28ന്റെ നേരേക്കാണ് കിടക്കുന്നത്. അപ്പൊ എത്ര മിനിറ്റ് ആണ്? 28 മിനിറ്റ്സ്. ദെൻ സെക്കൻഡ് സൂചി നോക്കൂ. സെക്കൻഡ് സൂചി ആ ബ്ലൂ ലൈനിലുള്ള സൂചിയാണ്. സെക്കൻഡ് സൂചി കണ്ടോ? എവിടെയാണ്? 11 കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലൈനിലാണ് അല്ലെ. അപ്പൊ 11 കഴിഞ്ഞ് രണ്ടാമത്തെ ലൈൻ എന്ന് പറയുമ്പോൾ 11ൽ എത്തുമ്പോ എത്ര സെക്കൻഡ് ആണ്? 55 സെക്കൻഡ് ആണ്. നെക്സ്റ്റ് അടുത്ത സ്മോൾ ലൈനിൽ എത്തുമ്പോൾ 56 ആവും. ദെൻ നെക്സ്റ്റ് എത്തുമ്പോ 57. ഓക്കെ, അപ്പൊ 57 സെക്കൻഡ്. മനസ്സിലായോ? അപ്പൊ എത്രയാണ് രണ്ടാമത്തെ ക്ലോക്കിൽ ടൈം? എത്രയാണ്? 8 hours 28 minutes and 57 seconds. ഓക്കെ, മൂന്നാമത്തത് നോക്കൂ. അതായത് ഈ എൻഡിൽ കിടക്കുന്നതാണ് മിസ് പറയുന്നത്. എത്രയാണ്? 6ന്റെ 70 അടുക്കാണ് അല്ലേ നമ്മുടെ ഹവർ ഹാൻഡ് കിടക്കുന്നത്. അപ്പൊ എത്രയാണ്? 6 ഹവേഴ്സ്. 7ൽ എത്തിയിട്ടില്ല അല്ലെ. അപ്പൊ 6 ഹവേഴ്സ്. ദെൻ നമ്മൾ പറയേണ്ടത് ഏതാണ്? മിനിറ്റ് എത്രയാണെന്നാണ്. അപ്പൊ മിനിറ്റ് നമ്മുടെ റെഡിങ്ങിൽ കിടക്കുന്ന ഹാൻഡാണ് മിനിറ്റ് ഹാൻഡ്. അപ്പൊ അത് എത്രയിലാണ്? 4ലാണ് അല്ലെ. അപ്പൊ 4 എന്ന് പറയുമ്പോൾ 20 മിനിറ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്കൻഡ് സൂചി എന്ന് പറയുന്ന മെലിഞ്ഞ ബ്ലൂ ലൈനിൽ കിടക്കുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഹാൻഡ്. അപ്പൊ സെക്കൻഡ് ഹാൻഡ് ഏതിലാണ്? 9ൽ എത്തിയിട്ടില്ല. 9ൽ എത്തുകയാണെങ്കിൽ 45 സെക്കൻഡ് ആണ്. അതിന് തൊട്ട് മുന്നുള്ള ലൈനിലാണ് അത് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എത്രയാണ്? 44 സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പൊ 6 ഹവേഴ്സ് 20 മിനിറ്റ് ആൻഡ് 44 സെക്കൻഡ്സ്. നെക്സ്റ്റ് രണ്ടെണ്ണാണ് ഇവിടെ മിസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് ക്ലോക്കിലെയും ടൈമുകൾ എത്രയാണെന്ന് നിങ്ങൾ ആ ബോക്സിൽ എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരണം. ഓക്കെ, ആക്ടിവിറ്റി എന്താണ്? ഡ്രോ ഹാൻഡ്സ് ഇൻ ഈച്ച് ക്ലോക്ക് ടു ഷോ ടൈം ബിലോ. അപ്പോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ക്ലോക്കിൽ ടൈം തന്നിട്ടുണ്ട്, നമ്മൾ അത് എത്രയാണെന്ന് ആ ബോക്സിൽ എഴുതി. ഇനി നേരെ ഓപ്പോസിറ്റാ, ബോക്സിൽ നമുക്ക് ടൈം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ക്ലോക്കിൽ അതിനെ മാർക്ക് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം മിസ് ചെയ്തു തരാം, മൂന്നെണ്ണം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ക്ലോക്കില് ഹാൻഡ്സിനെ മാർക്ക് ചെയ്യണം അല്ലെ. നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഏതാണ്? ഹവർ ഹാൻഡ്, നെക്സ്റ്റ് മിനിറ്റ് ഹാൻഡ്, ദെൻ സെക്കൻഡ് ഹാൻഡ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ടൈം 4 ഹവേഴ്സ് 15 മിനിറ്റ്സ് ദെൻ 40 സെക്കൻഡ്സ്. ഓക്കെ, 4 ഹവേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെ നമ്മൾ ഹവർ നീഡിലിനെ എവിടെ വെക്കണം? 4ന്റെ അടുത്ത് കൊണ്ടുവെക്കണം അല്ലെ. 4ൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് 5ലേക്ക് എത്തും ചെയ്യരുത്. ഓക്കെ, ദെൻ എത്രയാണ്? 50 മിനിറ്റ് ആണ് അല്ലെ. മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുമ്പോൾ 5 മിനിറ്റ്, 2 എന്ന് പറയുമ്പോൾ 10 മിനിറ്റ്, 3 എന്ന് പറയുമ്പോൾ 50 മിനിറ്റ്. അപ്പൊ നമ്മൾ 3ന്റെ നേരക്കാണ് നമ്മുടെ മിനിറ്റ് ഹാൻഡ് വരക്കേണ്ടത്. ഓക്കെ,
ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഏതാണ്? 40 സെക്കൻഡ്സ്. 1 എന്ന് പറയുമ്പോൾ 5 സെക്കൻഡ്, 2 10 സെക്കൻഡ്, 3 15 സെക്കൻഡ്, 4 20 സെക്കൻഡ്, 25 സെക്കൻഡ്, 30 സെക്കൻഡ്, then 7 എത്തുമ്പോൾ 35, 8 എത്തുമ്പോൾ 40 സെക്കൻഡ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് സൂചി നമ്മൾ എവിടെയാണ് വരയ്ക്കേണ്ടത്? 8ന്റെ നേരൊക്കെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ 3 നീഡിലും ഡിഫറെന്റ് കളേഴ്സ് വെച്ചിട്ട്, ഒന്ന് ബ്ലാക്ക് ഇങ്ക്, ഒന്ന് ബ്ലൂ ഇങ്ക്, ഒന്ന് റെഡ് ഇങ്ക്, അങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ. 3 ഡിഫറെന്റ് കളേഴ്സ് വെച്ചിട്ട് മാർക്ക് ചെയ്യാം, നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ മിസ് ഇത് 3 ചോക്ക് കൊണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തത്. അപ്പൊ 4 hours 15 minutes, then 8-ലെത്തുമ്പോൾ 40 seconds. ഓക്കെ, നോക്കൂ, 10 hours 30 seconds അല്ലേ? 10 hours എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മണിയാണ് അല്ലേ? അപ്പൊ 10 മണിനെ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? നമ്മുടെ ഹവർ ഹാൻഡ് 10നും മിനിറ്റ് ഹാൻഡ് ഏതിലാ വരാ? യെസ്, 12നും അല്ലേ? 12നും. അപ്പൊ എത്രയായിപ്പോ? 10 hours 10 മണി. ഇനി നമുക്ക് തന്നിട്ടുള്ള ഏതാണ്? 20 സെക്കൻഡ്, സോറി 30 സെക്കൻഡ്സ് ആണ് അല്ലേ? അപ്പൊ 1ലാവുമ്പോൾ സെക്കൻഡ് സൂചി 1ലാവുമ്പോൾ 5 hours 5 സെക്കൻഡ്, 2ലാവുമ്പോൾ 10 സെക്കൻഡ്, 3 15, 4ലാവുമ്പോൾ 20, 5ലാവുമ്പോൾ 25, then 6ലാവുമ്പോൾ എത്രയാണ്? 30 സെക്കൻഡ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് സൂചി ഏതിൽ വരും? നമ്മുടെ 6ൽ വരും. ഓക്കെ, അപ്പൊ 10 hours and 60 സെക്കൻഡ്, 30 സെക്കൻഡ്സ് എങ്ങനെ വരും? ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡിഫറെന്റ് കളേഴ്സിൽ മാർക്ക് ചെയ്യുക കേട്ടോ ഇതിന്, അപ്പൊ പെട്ടെന്ന് ക്ലിക്ക് ആവും. ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റില് 3 എണ്ണം കൂടി ഇങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 3 എണ്ണം നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരണം. ഓക്കെ, എല്ലാവരും ഫസ്റ്റത്തെ സെക്ഷനിൽ 2 എണ്ണം മിസ് ഹോംവർക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സെക്ഷനിൽ 3 എണ്ണമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യാം? ഇത് നോട്ടിലേക്ക് മാറ്റി എഴുതിയിട്ട് അതില് ഹോംവർക്ക് മാത്രം മിസ് ചെയ്തത് നിങ്ങൾ ടെക്സ്റ്റിൽ ചെയ്തോളൂ. ഹോംവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടിൽ ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരണം. ഓക്കെ, നമ്മൾ ഇന്ന് എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തു? നമ്മള് ടൈം എങ്ങനെ ക്ലോക്കിൽ മാർക്ക് ചെയ്യാന്നും, അതുപോലെ ക്ലോക്കിൽ ടൈം തന്നു കഴിഞ്ഞാൽ അത് എത്രയാണ് ടൈം എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്ത് എഴുതാൻ എങ്ങനെ കഴിയുന്നു നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എത്രയാണ് എടുക്കുന്നത്? ഓക്കെ, താങ്ക് യു.